ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സെറവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച ഏകദേശം ആറോളം ചിത്രങ്ങളാണ് OTT വഴി റിലീസിനെത്താൻ പോകുന്നത്. ആ ഒരു ചിത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും OTT അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ചത്തെ ആദ്യത്തെ OTT റിലീസ് പരിശോധിക്കാം. യോഗി ബാബു കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമുള്ള സുരേഷ് സംഖ്യ അണിയിച്ചൊരുക്കിയ കനതാക്കനം എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമ മാർച്ച് മാസം തിയേറ്ററോടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എങ്കിലും മികച്ച ഒരു കോമഡി എന്റർടൈനറായിട്ട് മാറിയ ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ച OTT വഴി റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് മരീചിക എന്ന് പറയുന്ന സിനിമ. വിരാജ് അശ്വിൻ, രജീന കസാൻഡ്ര, അനുപമ പരമേശൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സതീഷ് കെ ഷെട്ടി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു മരീചിക എന്ന് പറയുന്ന സിനിമ. ചിത്രം മെയ് മാസം തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ നിരവധി കാലമായിട്ട് കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഗു എന്ന് പറയുന്ന സിനിമ. 2024 തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഗു എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പും ദേവനന്ദയും കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം മനു രാധാകൃഷ്ണനായിരുന്നു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നേ. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോഴത്തെ ചിത്രം OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2026 തുടക്കത്തിൽ തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള ആശാൻ എന്ന് പറയുന്ന സിനിമ. ഗപ്പി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജോൺ പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു എന്നത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ഇന്ദ്രൻസിനോടൊപ്പം തന്നെ ജോമോൻ ചൗധരി, ശോഭി തിലകൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഫെബ്രുവരി മാസം തിയേറ്ററിലെത്തിയിട്ടുണ്ടായിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ചിത്രം ഇതാ സൺനെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സൺനെക്സ്റ്റ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരാഴ്ചത്തെ സർപ്രൈസ് OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ ടൊവിനോ ബേസിൽ കൂട്ടുകെട്ട് വന്നിച്ച ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള അതിരടി എന്ന് പറയുന്ന സിനിമ. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രർക്ക് നവാഗതനായ അരുൺ അനിരുദ്ധൻ ഡയറക്ട് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ഏകദേശം 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാത്തിരിപ്പിന് വിരാൻ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ സോണി ലൈവ് ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ നമുക്ക് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് അതിരടി എന്ന് പറയുന്ന സിനിമ സോണി ലൈവ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയ മറ്റൊരു ചിത്രമുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ഡയറക്ടറിന്റെ കരിയറിലെ മൂന്നാമത്തെ 200 കോടി ചിത്രമായിട്ട് മാറിയ ദൃശ്യം 3 ജിത്തു ജോസഫ് ആയിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നേ. ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ തന്നെ സ്വന്തമാക്കി. ഏകദേശം 240 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി സിനിമാ പ്രേമികൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് എന്നായിരിക്കും പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ്. നിലവിൽ ഒരു OTT പ്ലാറ്റ്ഫോമും ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ കമന്റ് ബോക്സ് വഴി ചോദിക്കുന്ന മറ്റൊരു ചിത്രമാണുള്ള വിരായത് ബുദ്ധ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകളുണ്ടത്. ഈ ഒരു ചിത്രത്തിന്റെ നിലവിൽ OTT അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ബസൂക്ക, തങ്കമണി, ബാന്ദ്ര തുടങ്ങിയ രാമചന്ദ്ര ബോസാൻകോ തുടങ്ങിയ ചിത്രങ്ങളുടെ ഒന്നും തന്നെ നിലവിൽ ഇതുവരെ OTT അപ്ഡേറ്റ്സുകളൊന്നും കൺഫേം ആയിട്ട് വന്നിട്ടില്ല. ആ ഒരു സിനിമയുടെയൊക്കെ കൺഫേം ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായ നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.